കഴിഞ്ഞൊരു ദിവസം AC-യിൽ വിഷവാതകം കടത്തി വിട്ടതൊക്കെ അത്ര പെട്ടെന്നൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല ഏടത്തി. ആ സമയത്തെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. അമ്മയുടെ അറിവോടെ അല്ല അതൊന്നും നടന്നതെന്നാ അമ്മ ആണയിട്ട് പറയുന്നത്. പക്ഷെ അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനൊന്നും എനിക്ക് പറ്റില്ല. എന്നാ പിന്നെ അവൾ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ മോളെ, ഞാനിനി തടസ്സമൊന്നും പറയുന്നില്ല. മഞ്ജു, നീ ഇപ്പൊ ഒരു അമ്മയാവാൻ തയ്യാറെടുക്കുക. ആ സമയത്ത് നിന്നെ പ്രസവിച്ച അമ്മയെ വിഷമിപ്പിക്കുന്നത് ശരിയല്ല. ഇതുപോലെ തന്നെ അമ്മയും കരുണയൊക്കെ മാറി എന്ന് കരുതിയിട്ട് എത്രയോ തവണ ഏട്ടനും ഏട്ടത്തിക്കും അബദ്ധം പറ്റിയതാ. അച്ഛനെ കൊന്നത് പ്രതാപനും വാമദേവനും കൂടിയാണെന്ന് അറിഞ്ഞത് അമ്മയ്ക്ക് വലിയ ഷോക്കായെന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ട് ചിലപ്പോ ഇതൊക്കെ അഭിനയമാണെന്ന് പറയാനും പറ്റില്ല. എങ്കിലും പഴയ സംഭവങ്ങളൊക്കെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് 100% എനിക്ക് അമ്മ അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല. ഇനി ഓണം കഴിയുന്നത് വരെ എന്തായാലും സാഗരേട്ടനുമായിട്ട് ഇവിടെ നിൽക്കാനാ എന്റെ തീരുമാനം. സാഗരേട്ടനും ഈ വീട്ടിലെ മരുമകനല്ലേ. അപ്പോ ഉണ്ണിയും കരുണയും ഇവിടെയുള്ള സമയത്ത് കുറച്ചു ദിവസം കണ്ണേട്ടന്റെയും ലക്ഷ്മി എടുത്തിയുടെയും വീട്ടില് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കട്ടെ. ചെല്ല് ചെല്ല്. ദൈവത്തിനും ദൈവത്തെ പൂജിക്കുന്നവനും നീ അങ്ങോട്ട് ചെല്ലാത്തത് കൊണ്ട് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാവും. നീ ചെന്നിട്ട് വേണം അവരെയൊക്കെ ഒന്ന് വിളിച്ചുണർത്താൻ. നിങ്ങളുടെ നാവിന്ന് നല്ലതൊന്നും വരില്ലേ മനുഷ്യ? ഞാനൊരു ജയിൽ പുള്ളിയല്ലേടി, ഒരു ക്രിമിനൽ അല്ലേ. അപ്പൊ പിന്നെ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാ മതി. അതെ, ഞാൻ ജയിലിനകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിനകത്തൊരു ആൺതുണ ഇല്ല. ഒരാളെ നമുക്ക് കണ്ടെത്തണ്ടേ? ഞാൻ പറഞ്ഞ ഇത്തിരി കൂടി പോകും കേട്ടോ. അല്ലടി, നിനക്കിപ്പോഴും ഒരു കല്യാണ പെണ്ണിന്റെ പ്രായമൊക്കെ തോന്നൂ. എത്ര കൊണ്ടാലും പഠിക്കില്ല ഒരു അമ്മയും മോനും. എന്താടാ അവള് പറഞ്ഞിട്ട് പോയേ? ഓ, പതിവ് പല്ലവിക്ക് തന്നെ. എന്തൊക്കെ പറഞ്ഞാലും അവളുമാര് വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കും. വിഷം കലർന്ന പാല് അകത്ത് ചെന്നിട്ട് അവളുടെ കൊച്ചുമോൾക്ക് ഒന്നും സംഭവിച്ചില്ല. അമ്മേ, ആ നന്ദി കെട്ട സ്ത്രീ ഒരു കാരണവശാലും കുഞ്ഞിന് വിഷം കലർന്ന പാലായിരിക്കില്ല കൊടുത്തത്. അല്ലെങ്കിൽ തന്നെ അവർക്ക് അതിനൊക്കെ വലിയ പേടിയാണെന്നാ ദേവരാജൻ എന്നോട് പറഞ്ഞത്. പിന്നെ നീ എന്തിനാണ് അവർക്ക് പൈസ എണ്ണി കൊടുത്തേ? അത് മുതലാക്കാൻ എനിക്കറിയാമേ. ഓ, നീ കൊറേ മുതലാക്കും. ഒരുത്തര് പൈസ കൊടുത്തൊരു കള്ളസ്വാമി വീട്ടിലെ അങ്ങോട്ട്, എന്നിട്ട് എന്തായി? അതുകൊണ്ട് ഇപ്പൊ എന്താ അമ്മേ സംഭവിച്ചേ? നമ്മളെ ദേവരാജന്റെ അമ്മ പറ്റിച്ചെങ്കിൽ ദേവരാജന് പാമ്പൂതിയില്ലേ? അമ്മ ചതിച്ചാൽ ശിക്ഷ മകനാ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തേ, അവന് പാമ്പ് കൊത്തിയ സമയത്താണോന്നറിയില്ലടാ. ഇന്നലെ നമ്മുടെ പറമ്പിലെ ഒരു പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്നത് ഞാൻ കണ്ടതാ. ഇവിടെ അങ്ങനെ പാമ്പിന് ഒളിച്ചിരിക്കാൻ പറ്റിയ വീടല്ലല്ലോ. അങ്ങനെയൊന്നും പാമ്പ് വരത്തുമില്ല. ആര് പറഞ്ഞു വരത്തില്ലെന്ന്? ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ 1-2 അത് വല്ല ചേരയായിരിക്കോ? അതിനെ തന്നെ ആയിരിക്കും അമ്മ കണ്ടേ. ചേര പത്തി വിടർത്തുവോ? ഇന്നത്തെ കാലത്ത് ചേരയല്ല, നീർക്കോലി വരെ പത്തി വിടർത്തും. അതുകൊണ്ട് അതിന് വലിയ അത്ഭുതമൊന്നുമില്ല. എന്തായാലും ആ കുഞ്ഞുണ്ടല്ലോ, അതെ വലിയ കുഴപ്പമാണ് കേട്ടോ. ഇനി അതുകൊണ്ടാണോ അതിനൊന്നും സംഭവിക്കാത്ത എന്നാണ് എന്റെ പേടി. അതൊന്നും അല്ല, ഈ പോയവന്മാരൊന്നും നമ്മൾ പറഞ്ഞ പോലെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവന്മാരും നമ്മളെ തേച്ചോണ്ടിരിക്കുക. നീ കണ്ടെത്തുന്നതല്ലേ ഓരോന്നിനെ, പിന്നെ അങ്ങനെ നന്നാവാനാ? എന്തായാലും ഞാൻ എന്റെ മോക്ക് വാക്ക് കൊടുത്തതാ, ഇനി ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് മോളെ സന്തോഷിപ്പിച്ചോളാന്ന്. അതിന് ലക്ഷ്മിയുടെയും കണ്ണന്റെയും കണ്ണീര് കണ്ടേ പറ്റുള്ളൂമേ. നമ്മുടെ മോള് ചെയ്തതുപോലെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ലക്ഷ്മി നമ്മുടെ മോളെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തി.
നമ്മുടെ കുഞ്ഞ് അവസാനം അവളെ സ്റ്റെപ്പിന്ന് തള്ളി താഴെയിട്ടില്ലേ? എന്നിട്ടും ലക്ഷ്മിക്ക് അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടാതിരുന്നതേ അവളുടെയും കുഞ്ഞിന്റെയും ഭാഗ്യം കൊണ്ട്. അത്ര പോലും നമ്മളെ കൊണ്ട് നമ്മുടെ കുഞ്ഞിന് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെന്നാ ഞാൻ ഈ പറയുന്നു. അതിനൊക്കെ നമുക്ക് പരിഹാരം കാണാമേ. കണ്ട കരുണമോള് നിന്നെ അച്ഛനായിട്ട് അംഗീകരിക്കും, അല്ലെങ്കിൽ നിന്നെയും തള്ളിക്കളയും. നീ ഞെട്ടുവൊന്നും വേണ്ട. അവൾക്ക് ഓർമ്മയായ കാലം മുതല് അവള് ചോദിക്കുന്നതൊക്കെ ചെയ്തു കൊടുത്തോണ്ടിരുന്നതല്ലേ നീയും ഞാനും ഒക്കെ. എന്നിട്ട് അവസാനം മോളുടെ നല്ലതിനു വേണ്ടിയ ഒരു തേ മോളുടെ കൂടെ കമലേശ്വരത്തേക്ക് പറഞ്ഞു വിട്ടത്. എന്നിട്ടിപ്പോ അവളുടെ കെട്ടിയവന്റെ ദാസന കാലൊടിഞ്ഞു കിടക്കുന്ന നിന്റെ മരുമോൻ. ഒരു കൊച്ചിതെങ്ങനെ സഹിക്കൂടാ? അതുകൊണ്ടാ അമ്മേ എനിക്കിനി തൂക്കേറി കിട്ടിയിരുന്നാലും ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കുമെന്ന് എന്റെ മോക്ക് വാക്ക് കൊടുത്തത്. ആ വാക്ക് ഞാൻ തെറ്റിക്കില്ല. ഇതൊന്നും നടപ്പുള്ള ഒരു കേസല്ല. നിനക്കെന്താടി ഒരു ഉഷാറില്ലാത്തത്? രാവിലെ പണിക്കാരെ വിളിച്ച് ഇട്ട ഊഞ്ഞല. ഇത്തവണത്തെ ഓണം നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? ഒന്നിനും ഒരു മൂടില്ല അനന്തോട്ടാ. എടി കണ്ണനും മഹിയും മോളം കൂട്ടി പോരല്ലോ, പിന്നെന്താ കുഴപ്പം? നീ ഇങ്ങോട്ട് ഇരുന്നേ. നീ ഇങ്ങോട്ട് ഇരിക്കേ. ആ ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ തവണ ആ തോമസ് സാറിന്റെ വീട്ടിലാ നമ്മളൊക്കെ ഓണാഘോഷിച്ചത്. ഇത്തവണ അതിനേക്കാളും കെങ്കേമായിരിക്കണം. സദ്യ ഒന്നും പുറത്തുനിന്ന് വരുത്തണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി ഉണ്ടാക്കാം. മയും കുഞ്ഞും ഇവിടെ ഉണ്ടെങ്കിലേ മൊത്തത്തിലൊരു ഓളം ഉള്ളു അനന്തോട്ടാ. ആ അവരിവിടെ തന്നെ ഉണ്ടല്ലോ. ഓണം കഴിഞ്ഞോ കുഞ്ഞിനെയും കൊണ്ട് അവര് പോവില്ലേ? ഇപ്പത്തെ ഒരു ദിവസം മാറി നിന്നപ്പോ തന്നെ നമുക്ക് രണ്ടാൾക്കും ഉറക്കമില്ലായിരുന്നു. അതങ്ങനെയാ, ഏറെ നാളും നമുക്കൊപ്പം താമസിക്കുന്നവര് മാറിപ്പോകുമ്പോ കുറച്ച് വിഷമൊക്കെ ഉണ്ടാവും. പിന്നെ എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പൊയ്ക്കോളും. ഇപ്പൊ കുഞ്ഞിനെ കൊണ്ട് അവരങ്ങ് പോയാലും നമുക്കും കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കാമല്ലോ. എന്താ കണ്ണനത് വേണ്ടെന്ന് പറയും? അവന് ഏറ്റവും ഇഷ്ടം നമ്മളുമായിട്ട് ഒരുമിച്ച് താമസിക്കുന്നതാ. പിന്നെ ഓണമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ബിസിനസ് നടക്കുന്ന സമയാ. കണ്ണേട്ടിന് മാറി നിൽക്കാൻ പറ്റില്ല. കുറെ വീടുകളുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ട് മഹിക്കും പോയേ പറ്റൂ. അവരുടെ തിരക്കിനിടയില് കുഞ്ഞും നിന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? വാ. ഈ ലോകത്ത് ഒന്നും നമ്മുടെ സ്വന്തം അല്ല മോളെ. എല്ലാം നമ്മൾ വിട്ടുകൊടുത്തിട്ട് പോകേണ്ടി വരും ഒരു ദിവസം. ഞാൻ അങ്ങനെ ചിന്തിക്കാൻ ശ്രമിക്കാം. പലരും പല തരക്കാരാ. മഹിയുടെ അനിയത്തി കരുണ ഇത് രണ്ടാമത്തെ തവണ പ്രഗ്നന്റ് ആവുന്നത്. എന്നിട്ടും അവൾക്ക് അതിൽ എന്തെങ്കിലും സന്തോഷമുണ്ടോ? അവളുടെ സന്തോഷം കണ്ണന്റെയും മഹിയുടെയും തകർച്ച മാത്രം. അങ്ങനെ വ്യത്യസ്ത തരം സ്വഭാവക്കാരാ മനുഷ്യർ. നീ വാ. മുത്തേ പോവാണോ? മോളിങ്ങത്താ, ഞാനെന്നാ എടുക്കട്ടെ. എടുക്കുന്നതൊക്കെ കൊള്ളാം, താഴെ ഇടരുത്. മോളൂട്ടി
ഓ ഓ ഓ ഓ. ഓ ഓ ഓ. മുത്തേ ഉറങ്ങുവാണോ? ആ പിന്നെ ഓണം കഴിഞ്ഞിട്ട് ഉടനെ വരണം കേട്ടോ മോളെ. ഓണം അവിടെയാ, അമ്മ വരുമോ? വേണ്ട മോളെ, എന്റെ മോൾക്ക് മാത്രമല്ല ലേഖയ്ക്കും അനന്തൂനും ഒന്നും ഞാൻ വരുന്നത് ഇഷ്ടാവില്ല. ഓണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കുഞ്ഞിനെയും കൂട്ടി വരുന്ന അമ്മയ്ക്ക് അറിയാലോ. ലേഖയ്ക്കും അനന്തേട്ടനും സങ്കടമാ. അപ്പൊ പിന്നെ ഉള്ള സമയം അവർക്കൊപ്പം നിൽക്കട്ടെ അമ്മ. അതാ സുരക്ഷിതം. മോൾക്കേ ഒരു 1.5 വയസ്സാവുന്നത് വരെ അതാ നല്ലത്. എടി, അതിനുവേണ്ടി ലേഖ നിന്റെ അടുത്ത് എന്തെങ്കിലും റെക്കമെൻഡേഷൻ നടത്തിയോ? ദേ, എന്റെ അടുത്തേ ആരും റെക്കമെൻഡേഷൻ ഒന്നും നടത്തിയിട്ടില്ല. എന്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സാഗർ കമ്പനിയിലേക്ക് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. തോമസ് സാർ അതിന് അനുവാദവും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിനക്കും സാഗറിനും ഇപ്പൊ നിൽക്കുന്ന പോലെ ഇവിടെ നിൽക്കാവുന്നേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ പിന്നെ ഇതുപോലെയുള്ള ആശങ്കയുടെ കാര്യമൊന്നും ഇല്ലല്ലോ. ഇനി ഏട്ടനോ ഏട്ടത്തിക്കോ കുഞ്ഞിനോ എന്തെങ്കിലും ആപത്തുണ്ടായാ അത് സംഭവിക്കും കണ്ണേട്ടാ. ഞാൻ സാഗരേട്ടനുമായിട്ട് സ്ഥിരമായിട്ട് ഇവിടെ വന്ന് താമസിക്കും. ഇനിയിപ്പോ ഞങ്ങളില്ലെങ്കിലും അനന്തവേട്ടനെ ലേഖിയച്ചയും ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചൂടെ? അപ്പൊ കുഞ്ഞടുത്തില്ലെന്നുള്ള പരാതിയും തീരുമല്ലോ. ഞങ്ങളതിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വന്നവര് താമസിക്കുമെന്നറിയില്ല. നിന്റെ കുട്ടിക്കാലത്ത് അനന്തു ഇവിടെ തന്നെ ആയിരുന്നില്ലേ കണ്ണ? പിന്നെ ഇപ്പോ അവനും അവന്റെ ഭാര്യയ്ക്കും ഇവിടെ വന്ന് താമസിച്ചൂടെ? എല്ലാവരും ഒന്നിച്ചു കഴിയാനുള്ള ചില സംവിധാനങ്ങള് ഞങ്ങള് പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. അതുവരെ ലേഖയ്ക്കും അനന്തൂനൊക്കെ പരാതികളുണ്ടാവും. ആ കണ്ണേട്ടാ, അവരവിടെ കാത്തിരിക്കായിരിക്കും. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മ. ശരി മക്കളെ. രണ്ടവതാരങ്ങളോട് യാത്രയൊന്നും ചോദിച്ചില്ലേ? പറഞ്ഞിട്ടാ വന്നത്. എന്നിട്ട് അവര് താഴോട്ടൊന്നും വന്നില്ലല്ലോ. അവന് നടക്കാൻ പ്രയാസമല്ലേ, കരുണയ്ക്കും വയ്യാതിരിക്കാണല്ലോ. മഞ്ജുവിനും അമ്മയ്ക്കും എത്ര ദേഷ്യമുണ്ടെങ്കിലും കരുണയുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിഗണിക്കണം. അവൾക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. എല്ലാം ഉണ്ടാക്കി വെക്കുന്നുണ്ട് മോളെ. അവളൊന്ന് എടുത്ത് കഴിച്ചാ മാത്രം മതി. അതിലൊന്നിലും ആരും കുറവൊന്നും വരുത്തുന്നില്ല മോളെ. മോളൂട്ടി, മുത്തശ്ശിയുടെ നീലമോള് പോവാണോ? കാറിലാണോ പോകുന്നേ? ആണോ? പിന്നെ മുത്തശ്ശിയുടെ പൊന്നുമോളെ ഓണം കഴിഞ്ഞിട്ടെങ്കിൽ പോരണം കേട്ടോ. കേറ്. കണ്ടില്ലേ ഒരുത്തി മുകളിൽ നിന്ന് നോക്കിയത്? അവളുടെ മനസ്സില് ഇപ്പോഴും കള്ളത്തരം ഉണ്ടമ്മേ. അതിന് അമ്മയും കൂട്ടാണോന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. അയ്യോ, ഒരിക്കലും ഇല്ല മോളെ. അവളെ ഞാൻ വെറുക്കുന്നത് പോലെ ഇപ്പൊ ആരും വെറുക്കുന്നുണ്ടാവില്ല. അവളുടെ അച്ഛനോടുള്ള വെറുപ്പ് അതുപോലെ തന്നെ എനിക്ക് അവളോടുണ്ട്. എടി നീ എവിടെങ്കിലും ഒന്ന് ഇരിക്കേ.
എന്തിനിങ്ങനെ നടക്കുന്നത്? അവര് വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ അനന്തോട്ടാ. അവരിപ്പിങ്ങ എത്തും, പുറപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. എങ്കിലും വരേണ്ട സമയം കഴിഞ്ഞു, ഇതുവരെ വന്നിട്ടില്ല. എന്റെ കാത്തിരിപ്പ് അവസാനിച്ചല്ലോ. ദേ അവരെത്തി. നീലമോളെ, ഒന്നും പറയണ്ട കണ്ണാ, രാവിലെ മുതൽ ഉടുത്തൊരുങ്ങി നിൽക്കുക. കുഞ്ഞ് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ്. അവിടേക്ക് കൊണ്ടുപോയതുകൊണ്ട് വല്ലാത്തൊരു ടെൻഷനായിരുന്നു കണ്ണേട്ടാ. അത് എന്റെ വീടല്ലേടി. കണ്ണേട്ടന്റെ വീടാണെങ്കിലും അവിടെയുള്ളവര് കണ്ണേട്ടനും മഹിക്കും ദോഷമേ ചെയ്തിട്ടുള്ളൂ. നീ ഈ പറയുന്ന പോലൊന്നും അല്ല ലേഖേ. മഞ്ജുന്റെ അമ്മയ്ക്കിപ്പോ ഞങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. കുഞ്ഞിനെ കണ്ടപ്പോ അമ്മ കരയായിരുന്നു. ആ, അഭിനയിച്ച് തകർക്കാൻ നന്നായിട്ട് അറിയാവുന്നവരാ അവരും അവരുടെ മോനും മരുമോളും ഒക്കെ. ഇന്നലെ അവിടെ കരുണ ഉണ്ടായിരുന്നില്ലടാ? ഉണ്ടായിരുന്നു. അവളവിടെ ഉള്ളതാ ഇവളുടെ സമാധാനം പോകാനുള്ള കാരണം. എടീ, ഇനി നീ നോക്കിയോ കുഞ്ഞിനെ. ഞാൻ ഇയാളെ കൊണ്ട് ഫിനാൻസിയേഴ്സിലേക്ക് പോവാ. എടാ, പോകുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ തവണ നമ്മളെല്ലാരും കൂടെ തോമസ് സാറിന്റെ വീട്ടിലാണല്ലോ ഓണം ആഘോഷിച്ചത്. ഇത്തവണ ആ ആഘോഷങ്ങളൊക്കെ ഇവിടെ മതി. അത് നമ്മൾ നേരത്തെ തീരുമാനിച്ച കാര്യമല്ലേ അനന്തേട്ടാ? എന്നാ അതിന്റെ ഭാഗമായിട്ട് ഊഞ്ഞാല് കെട്ടിട്ടുണ്ട്. രണ്ടാള് ഊഞ്ഞാലൊക്കെ ഇരുന്ന് ഒരു ചില്ലാട്ടൊക്കെ പറഞ്ഞിട്ട് പോയാ മതി. കഴിഞ്ഞ തവണ നിനക്ക് ഊഞ്ഞാലിരുന്ന് സ്വന്തമായിട്ട് ആടാനുള്ള ആരോഗ്യമില്ലായിരുന്നല്ലോ. ഇത്തവണ അങ്ങനെയല്ലല്ലോ, കണ്ണമ്പഴേ കണ്ണനായില്ലേ. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും വാ. നീ കുഞ്ഞിനെ ശരിക്കും കാണും. അവിടെ പോയിട്ടെ കുഞ്ഞിന് എന്തെങ്കിലും പോരായ്മ നോക്ക്. ആ ചെല്ല്. നിങ്ങൾ വാ. അന്ന് തോമസ് സാറിന്റെ വീട്ടിലിട്ടതുപോലെ വലിയ ഊഞ്ഞാലൊന്നുമല്ല. ഇത്രയൊക്കെയുള്ള സൗകര്യം ഇവിടെ ഉള്ളൂ. മതിയടാ, അടുത്ത കൊല്ലത്തെ ഓണത്തിന് എന്റെ വീട്ടിലെ മൂവാണ്ട മാവില് വലിയ ഊഞ്ഞാല് തന്നെ നമുക്കിടാം. അപ്പോ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേയും കഴിയുമല്ലോ. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് രണ്ടാളും കേറിയിരുന്നേ. കഴിഞ്ഞ തവണത്തെ പോലെ ഇനിയിപ്പോ ഞാൻ ഊഞ്ഞാലാട്ടി തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇനി നിനക്കതിന് പ്രയാസമൊന്നുമില്ലല്ലോ. എന്നാലും ആദ്യം ഞാനൊന്ന് തുടക്കിട്ട് തരാം. നിങ്ങളിരിക്കും. വാ. ദേ നോക്കിക്കേ, മോളുടെ അച്ഛനും അമ്മയും ഊഞ്ഞാലാടുന്നത്. എടാ, ഇനി മഹി ഇരിക്കട്ടെ, ഞാൻ ആട്ടി കൊടുക്കാം. നമുക്കും കൂടി അങ്ങോട്ട് പോവാം. ഓ മഹി പിടിച്ചോ. പതുക്കെ ആട്ടിയാ മതി കണ്ണേട്ടാ. അങ്ങനെ ഓണത്തിന്റെ ഉദ്ഘാടനമായി. ഇനി മാവേലിയെ വരവേൽക്കാനായി നമ്മൾ കാത്തിരുന്ന മാത്രം മതി. മാവേലി വന്നു കഴിഞ്ഞോ ഈ പൊന്നുമോളെയും കൊണ്ട് അവരങ്ങ് പോവില്ല അനന്തോട്ടാ. ഇനി അതേപ്പറ്റിയൊരു സംസാരം വേണ്ട. അവർ രണ്ടാളും ഫിനാൻസിയേഴ്സിലേക്ക് പോകാൻ പോവാ. ആ സമയത്ത്
നിന്റെ അടുത്ത് കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. ഇനി അങ്ങോട്ട് മിക്ക ദിവസവും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഓണം കഴിഞ്ഞ് അവര് മോളെ കൊണ്ടുപോയാലും ഫിനാൻസിയേഴ്സിലേക്ക് പോകുമ്പോൾ നിന്നെ ഏൽപ്പിച്ചിട്ടായിരിക്കുമല്ലോ പോകുന്നത്. അപ്പൊ പിന്നെ അച്ഛനെയും അമ്മയെയും നീലമോള് കാണുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെയാവും ഇവള് കാണാൻ പോകുന്നത്. അത്രയൊക്കെ സൗജന്യം നമുക്കവർ ചെയ്തു തന്ന പോരെ? ലേഖ ഒന്ന് ആടുന്നോ? വേണ്ട കണ്ണേട്ടാ. അമ്മേ, വല്ലവരുടെയും കുഞ്ഞിനെ പറ്റി ചിന്തിക്കൊന്നും വേണ്ട. സ്വന്തം മോനെ പറ്റി ആലോചിച്ചാ മതി. പ്രതാപൻ സാറിനെ പിണക്കാൻ പറ്റില്ല. പിണക്കിയ അയാൾ വലിയ പ്രശ്നക്കാരനാ.